അംബിക മനസ്സിൽ വിചാരിച്ച അത് നടത്തിയിരിക്കുമെന്ന് വക്കീലിന് അറിയില്ലേ? അംബികാമ്മയുടെ അപ്പോ പത്മാവതിയെ വീട്ടിൽ നിറക്കി വിട്ടോ? ഓ, ആ നാശം പടിയിറങ്ങി പോയടോ. ഇപ്പൊ ഈ ജില്ല വിട്ടിട്ടുണ്ടാവും. അപ്പോ ആ കുഞ്ഞോ? അതിനെയും കൊണ്ടല്ലാതെ അവൾ ഇവിടുന്ന് പോകുന്നു വക്കീലിന് തോന്നുന്നുണ്ടോ? ആ 2 തൊല്ലകളും എന്നേക്കുമായി പോയി കിട്ടി. ഇനി അംബികയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഇഷ്ടത്തിന് അംബികയുടെ സാമ്രാജ്യം പടുത്തുയർത്തണം. അത് സാധ്യമാകും തോന്നുന്നില്ല അംബിക മേഡം. എന്താടോ താൻ എന്തായി പറയുന്നേ? സ്വത്തുക്കളൊക്കെ അംബിക മേഡത്തിന്റെ പേരിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, അതിനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ കണ്ണിപ്പെട്ടത്. പത്മാവതി ശരിക്കും നമ്മളെ കുടുക്കിയിരിക്കുകയാണ്. സ്വത്തുക്കളൊക്കെ ആ കുഞ്ഞിന്റെ പേരിലാ. താൻ എന്താടോ ഈ പറയുന്നേ? അതെങ്ങനെ സംഭവിച്ചു? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. ആ വിൽപത്രത്തിൽ വർമ്മ സാറിന്റെ ഒപ്പുണ്ട്. വർമ്മയുടെയും പത്മാവതിയുടെയും ഒരേ ഒരു മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ആ സ്വത്തുക്കൾ സ്വന്തമാക്കാം. അതുവരെ സ്വത്തുക്കൾ നിങ്ങൾക്കൊക്കെ അനുഭവിക്കാം. പക്ഷേ എല്ലാത്തിന്റെ ഉടമ ആ കുട്ടിയായിരിക്കും, ഋതിക വർമ്മ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അംബിക മേഡം, ചക്രപാണി, ആ കുഞ്ഞിനെ നീ എനിക്ക് ഇപ്പൊ ഇവിടെ എത്തിച്ചു തരണം. തന്നിരിക്കണം, മനസ്സിലായോ? പ്രതാപനെ ജയിപ്പിക്കാൻ എന്റെ മോൻ ദീപക്കുണ്ട്. രാജുവിന്റെ ഒരു സഹായവും നമുക്കിനി വേണ്ട. അംബികെ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പ്രതാപന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഇമേജ് നഷ്ടപ്പെടാൻ കാരണം സ്വന്തം പാർട്ടിക്കാരോ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരോ അല്ല, ദാ ഈ നിൽക്കുന്ന ദീപക്കാണ്. അതുകൊണ്ട് ഇത്തവണ വർമ്മയുടെ വിജയം ഉറപ്പാക്കണമെങ്കിൽ രാജു വർമ്മയോടൊപ്പം ഉണ്ടായേ പറ്റൂ. സാറ് പറഞ്ഞത് ശരി. രാജു കൂടെയില്ലെങ്കിൽ നമുക്ക് വിജയസാധ്യത കുറവാ. ചേട്ടനെതിരെയുള്ള പല വ്യാജ ആരോപണങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ രാജു കൃത്യമായ മറുപടി കൊടുക്കും. ശരി സാർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ ശരി വർമ്മേ, അല്പ ധൃതിയുണ്ട്, നമുക്ക് കാണാം. ആയിക്കോട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സാർ.